ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം. മുദ്രയിട്ടവർ ആരെല്ലാമെന്നാൽ ഹഗല്യാവിൻ്റെ മകനായ ദേശാധിപതി നെഹമ്യാവ്, സിദെക്കിയാവ്, സെരയാവ്, അസരിയാവ്, ഇരമ്യാവ്, പശൂർ, അമര്യാവ്, മൽക്കിയാവ്, ഹത്തൂഷ്, ശെബന്യാവ്, മല്ലൂക്ക്, ഹരീം, മെരേമോത്ത്, ഓബത്യാവ്, ദാനിയേൽ, ഗിന്നദോൻ, ബാരൂക്ക്, മെശുല്ലാം, അബിയാവ്, മിയാമീൻ, മയസിയാവ്, ബിൽഗായി, ഷെമരിയാവ് ഇവർ പുരോഹിതന്മാർ. പിന്നെ ലേവ്യർ അസന്യാവിൻ്റെ മകനായ യോശുവയും ഹെനദാദിൻ്റെ പുത്രന്മാരിൽ ബിന്നൂവിയും കദ്മിയേലും അവരുടെ സഹോദരന്മാരായ ഷെബന്യാവ്, ഹോദിയാവ്, കെലീത്ത, പെലയാവ്, ഹാനാൻ, മീക, രഹോബ്, ഹഷ്പ്യാവ്, സക്കൂർ, ശരബ്യാവ്, ഷെബന്യാവ്, ഹോദിയാവ്, ബാനി, ബെനീനു. ജനത്തിൻ്റെ തലവന്മാർ പരോഷ്, പഹത്ത്, മോബാവ്, ഏലാം, സദ്ദു, ബാനി, ബുന്നി, അസാദ്, ബേബായി, അദോനിയാവ്, ബിഗ്വായി, ആദീൻ, ആദേർ, ഹിസ്കിയാവ്, അസൂർ, ഹോദിയാവ്, ഹാഷു, ബേസായി, ഹാരീഫ്, അനാദോത്ത്, നേബായി, മഗ്പിയാഷ്, മെഷുല്ലാം, ഹേസർ, മെഷസബയേൽ, സാദോക്ക്, യദൂവ, പെലത്യാവ്, ഹനാൻ, അനയാവ്, ഹോഷയ, ഹനന്യാവ്, ഹഷൂബ്, ഹല്ലോഹേഷ്, പിൽഹ, ഷോബേക്ക്, രഹൂം, ഹഷ്ബന, മയസയാവ്, അഹിയാവ്, ഹാനാൻ, ആനാൻ, മല്ലൂക്ക്, ഹാരീം, ബയന എന്നിവർ തന്നെ. ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദേവാലയദാസന്മാരും ദേശത്തെ ജാതികളുടെ കൂടെ വേർപെട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനം തിരിച്ചറിവുള്ളവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാസനായ മോശെ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബത്തുനാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശബത്തുനാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായി പ്രമാണിക്കുമെന്നും ശപഥവും സത്യവും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാഗത്തിനും ശബത്തുകളിലെയും അമാവാസികളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രായേലിന് വേണ്ടി പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ഷെക്കലിൽ 3 കൊടുക്കാമെന്നും ഞങ്ങളൊരു ചട്ടം നിയമിച്ചു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പ്രതിഭവനമായി ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിറക് വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായി ചീട്ടിട്ടു. ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവ്വഫലങ്ങളിലും ആദ്യഫലങ്ങളും കൊണ്ടു ചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടു ചെല്ലേണ്ടതിനും ഞങ്ങളുടെ തരിമാവിൻ്റെയും ഉദർച്ചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടു ചെല്ലേണ്ടതിന് തന്നെ. ലേവ്യരല്ലോ കൃഷിയുള്ള നമ്മുടെ എല്ലാ പട്ടണങ്ങളും ദശാംശം ശേഖരിക്കുന്നത്. എന്നാൽ ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ അഹരോന്യനായ ഒരു പുരോഹിതൻ ലേവ്യരോടുകൂടെ ഉണ്ടായിരിക്കണം. ദശാംശത്തിൻ്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഭണ്ഡാരഗൃഹത്തിൻ്റെ അറകളിൽ കൊണ്ടു ചെല്ലണം. വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രായേൽ മക്കളും ലേവ്യരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഉദർച്ചാർപ്പണം കൊണ്ടു ചെല്ലണം. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല.